ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ മാഷാഅല്ലാഹ് ഇന്ന് രാവിലെ തന്നെ അത്താഴത്തിനെല്ലാം എണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആരും എണിച്ചിട്ട് കാണുന്നില്ല. അങ്ങനെ ഞാൻ പോയിട്ട് എണിച്ചിട്ട് ആദ്യം തന്നെ വിളിച്ച് ഇന്നലെ രാത്രി ബെല്ല് ഡയലോഗ് ഇട്ടിട്ട് ഉറങ്ങിയത് തന്നെ വിളിക്കണം തന്നെ. വിളിക്കുമ്പോൾ എൻ്റെ കളി കണ്ടാണ് ഞാൻ അത്താഴത്തിന് ആരും വിളിക്കാത്തത്. അങ്ങനെ ഇന്നത്തെ നമ്മൾ അത്താഴത്തിന് ഫുഡ് പറഞ്ഞെങ്കിൽ നല്ല കഞ്ഞിയും ചെറുപയറാണ് കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ അത്താഴത്തിനൊന്നും എണീക്കല്ലേ, പങ്കൊരുക്കം എണീച്ചെങ്കിൽ അങ്ങനെ എപ്പെങ്കിലും ഒരു എണീച്ചതാണ് ഈ കാണുന്നത്. ഓനൊന്നും എൻ്റെ ജീവിതത്തിൽ അത്താഴം എന്ത് തന്നെ കണ്ടിട്ടുണ്ടായി. മാഷാഅല്ലാഹ് അത്താഴം കഴിഞ്ഞ് സുബിയിൽ നിസ്കരിച്ചിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോയി. മാഷാഅല്ലാഹ് ഇന്ന് എന്തെന്ന് അറിയില്ല, മൊത്തം നല്ല സന്തോഷം കാണുന്നത്. അങ്ങനെ ഇന്നും ഞാൻ എന്റെ ക്രീക്ക് ഹാർബറിലേക്ക് ട്രെയിനിങ്ങിന് പോകുന്നതാണ്. ഏകദേശം ഒരു 10-20 ദിവസമല്ലേ നമ്മൾ ട്രെയിനിങ്ങിൽ പോയെങ്കിൽ നമുക്ക് ഈ റൂട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ റൂട്ടിന്റെ ABCD മനസ്സിലാവില്ല. ഇങ്ങനെ ചില ഒരു ബിൽഡിങ്ങിലെല്ലാം കയറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബെല്ല് നിൽക്കിയെങ്കിൽ ആ ഗേറ്റ് എല്ലാം തുറന്നു ലിഫ്റ്റിന്റെ ഉള്ളിലേക്കെല്ലാം കയറി കഴിഞ്ഞെങ്കിൽ ഈ യൂറോപ്യൻസ് എല്ലാം ബെല്ല് നായിനെ കൊണ്ടാണ് ഉള്ളിലേക്ക് കയറില്ല. ഇനി ഇത് കഥയില്ല, ഇത് ചെറിയ നായാണ്ട് ഒറ്റ ചോട്ടിന് തീരും. ഇത് നമ്മളെ റൂട്ടിൽ വരുന്ന ബൈക്ക് കുറയാണ് കേട്ടോ. അവന്റെ സാധനം ഓൾമോസ്റ്റ് നമ്മളെ വണ്ടിയിലാണ് വെക്കൽ. മാഷാഅല്ലാഹ് ഓനെ അടക്കി വെക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും സാധനം അതിൽ കൊള്ളൂലായിരിക്കും. ഇപ്പൊ ഓപ്പൊക്കെ കറക്റ്റ് വെച്ചിട്ട് സ്കാനർ യൂസ് ആക്കിയിട്ട് ഹാർഡായി എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ടിഷ്യൂ എടുത്തിട്ട് തുറത്തുന്നുണ്ട്. ഈ വലിയ പോർച്ച് ഏരിയയിലെല്ലാം പണിയെടുക്കുമ്പോൾ ഇതാണ് പ്രശ്നം. കുറെ റൂൾസും അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇങ്ങനെല്ലാം ബെല്ലടിച്ചെങ്കിൽ മാത്രമേ അവർ തുറക്കൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കൊന്നും അവർ കയറ്റിപ്പിടിയില്ല. മട്ടൺ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറയുമ്പോൾ അവർ പുറത്ത് വെച്ചിട്ടുണ്ടാവും. പോയിട്ട് ജസ്റ്റ് എടുത്താൽ മാത്രം മതി. പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് എത്തിയിട്ട് നോമ്പറിക്കാൻ വേണ്ടി കുറച്ച് സാധനം ഉണ്ടാക്കി. ഉള്ളി വെച്ച ഫ്രഞ്ച് ഫ്രൈസിൽ ഞാനാണ് ഉണ്ടാക്കിയിട്ടാ. ഈ ഒരു സാധനം കണ്ട അപ്പുറത്തെ റൂമിൽ നമ്മളെ പാകിസ്ഥാൻ നമുക്ക് തന്നെയാണ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.